ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഫോർ ലൂപ്പിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഫോർ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോസിലായിട്ട് വൈൽ, ഡു വൈൽ എന്നീ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ പറ്റി പഠിച്ചു. ഈ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ അകത്ത് വരുന്ന മെയിനായിട്ട് വരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ലൂപ്പാണ് ഫോർ ലൂപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രോഗ്രാമൊക്കെ എഴുതുമ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ലൂപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റാണ് ഈ ഫോർ ലൂപ്പ് എന്നൊക്കെ പറയുന്നത്. വളരെ വൈഡായിട്ട്, വളരെ കോമൺ ആയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ വരുന്ന ഒരു സംഭവമാണ് ഈ ഫോർ ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഈ ഫോർ ലൂപ്പിൻ്റെ സിൻറ്റാക്സും കാര്യങ്ങളൊക്കെ പഠിക്കും. പിന്നെ സാമ്പിളായിട്ട് ഒരു പ്രോഗ്രാം നമ്മൾ നോക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ നമ്മളൊരു സാമ്പിൾ പ്രോഗ്രാം തന്നെയായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ വൈൽ ലൂപ്പിനെ പറ്റി പഠിച്ചു. വൈൽ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ വൈലെന്ന് എഴുതി ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് നമുക്ക് ഒരു ടെസ്റ്റ് കണ്ടീഷനാണ് നമുക്കിവിടെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഈ ഫോർ ലൂപ്പിൻ്റെ കേസിലോട്ട് വരുമ്പോൾ ഈ ഫോർ എന്ന് എഴുതിയിട്ട് ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് 3 സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. വൈൽ ലൂപ്പിലാണെങ്കിൽ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് ടെസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ബ്രാക്കറ്റിൻ്റെ അകത്ത് നമുക്ക് മെൻഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഫോർ ലൂപ്പിലാണെങ്കിൽ നമുക്ക് 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യാം. 3 സ്റ്റേറ്റ്മെൻറ്റ്സും സെപ്പറേറ്റ് ചെയ്യുന്ന ഈ സെമി കോളൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അത് കഴിഞ്ഞ് സെമി കോളൻ, പിന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് സെമി കോളൻ, പിന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അത് കഴിഞ്ഞിട്ട് ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ, പിന്നെ സെമി കോളൻ ഒന്നും ഇടുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചേക്കുക. എന്നിട്ട് നമ്മൾ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമുക്ക് ലിസ്റ്റ് ചെയ്യാം. ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ കേർലി ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല. ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ 2 കേർലി ബ്രാക്കറ്റിൻ്റെ അകത്ത് വേണം നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് മെൻഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് ബോഡി ഓഫ് ദി ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ ലൂപ്പിൻ്റെ അകത്തുള്ള ലൂപ്പ് ബോഡി എന്ന് പറയുന്നത് അത് ഇതിൻ്റെ അകത്ത് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഫോർ ലൂപ്പ് ഞാൻ പറഞ്ഞു 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ 3 സ്റ്റേറ്റ്മെൻറ്റിന് ഓരോ പർപ്പസ് ഉണ്ട്. ഈ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിനെ ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിനെ ടെസ്റ്റ് കണ്ടീഷൻ എന്നാണ് പറയുന്നത്. നമ്മുടെ വൈൽ ലൂപ്പിൻ്റെ അകത്ത് ഈ ടെസ്റ്റ് കണ്ടീഷൻ നമ്മൾ ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. ആ സംഭവമാണ് ഇവിടെ വരുന്ന ടെസ്റ്റ് കണ്ടീഷൻ എന്ന സംഭവം. അത് നമ്മൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് ഫോർ ലൂപ്പിൽ ഉപയോഗിക്കുന്നത്. പിന്നെ മൂന്നാമത്തത് ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. സത്യം പറഞ്ഞാൽ വൈൽ ലൂപ്പിലും ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അത് പലതും പല സ്ഥലത്തായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് വൈൽ ലൂപ്പ് വരുന്ന പ്രോഗ്രാമാണ് എങ്കിൽ അത് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സ്ഥലത്തായിരിക്കും ഇനിഷ്യലൈസ് ചെയ്യുന്നത്. വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ ഇനിഷ്യലൈസ് ചെയ്യാറുണ്ട്. i=1 എന്നൊക്കെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് വൈൽ ലൂപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഫോർ ലൂപ്പിൻ്റെ കേസ് വരുമ്പോൾ അത് നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ലൂപ്പിൻ്റെ അകത്ത് ഇവിടെ നമുക്ക് എഴുതാൻ പറ്റും. വൈൽ ലൂപ്പിലാണെങ്കിൽ അത് ലൂപ്പ് ബോഡിക്കകത്ത് തന്നെ ഈ ++i എന്നോ i++ എന്നോ അങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ വൈൽ ലൂപ്പിലും ഈ ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. പക്ഷേ അത് വൈൽ ലൂപ്പിലെ ലൂപ്പ് ബോഡിക്കകത്താണ് വരുന്നത്. പക്ഷേ ഫോർ ലൂപ്പിലാണെങ്കിൽ നമുക്കത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് നമുക്കിവിടെ പ്രസൻറ്റ് ചെയ്യാം. പിന്നെ വൈൽ ലൂപ്പില്ലാതെ ഇവിടെ ടെസ്റ്റ് കണ്ടീഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേ സെയിം കണ്ടീഷൻ തന്നെയാണ് നമ്മളിവിടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് ഫോർ ലൂപ്പിൽ പറയുന്നത്. അപ്പോൾ ഫോർ ലൂപ്പിൽ 3 സ്റ്റേറ്റ്മെൻറ്റ് നമുക്കിവിടെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അതേ 3 സ്റ്റേറ്റ്മെൻറ്റ് വൈൽ ലൂപ്പിലുണ്ട് എങ്കിലും അത് പലതും പല സ്ഥലത്തായിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ഫോർ ലൂപ്പിലാണെങ്കിൽ അത് നമുക്ക് ഇവിടെ തന്നെ ഒറ്റ ലൈനിൽ ഇവിടെ തന്നെ ഫോറിൻ്റെ കൂടെ തന്നെ ബ്രാക്കറ്റിൻ്റെ അകത്ത് 3 സ്റ്റേറ്റ്മെൻറ്റായിട്ട് മെൻഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ എക്സിക്യൂഷൻ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ ഫോർ ലൂപ്പിൽ ആദ്യം ഈ ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത്. അത് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം അടുത്ത രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇതെന്ന് പറഞ്ഞാൽ ടെസ്റ്റ് കണ്ടീഷനാണ്. അതായത് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്, അങ്ങനെ ഔട്ട്പുട്ട് വരുന്ന എന്തെങ്കിലും കണ്ടീഷനായിരിക്കും ഈ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആണ് എങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ഈ ഫോർ ലൂപ്പ് ബോഡിക്കകത്തുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ എക്സിക്യൂഷൻ എങ്ങനെയെന്ന് പറഞ്ഞാൽ ആദ്യം ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് രണ്ടാമത് ഈ ടെസ്റ്റ് കണ്ടീഷൻ, അതായത് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഇതിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആണ് എങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമായിരിക്കും ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ആദ്യം ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, പിന്നെ രണ്ടാമത് ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇതിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആണ് എങ്കിൽ ലൂപ്പ് ബോഡിക്കകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ടായിരിക്കും മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് പിന്നെ ഈ ടെസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇതിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആണ് എങ്കിൽ പിന്നെയും ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് പിന്നെയും ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആണ് എങ്കിൽ പിന്നെയും ലൂപ്പ് ബോഡിക്കകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് വീണ്ടും ഈ ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് അത് എക്സിക്യൂട്ട് ചെയ്യും. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഈ കണ്ടീഷൻ എപ്പോഴെങ്കിലും ചെക്ക് ചെയ്യുമ്പം കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആവുകയാണെങ്കിൽ അവിടെ വെച്ച് എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് ഈ ലൂപ്പ് ബോഡിക്ക് നിന്ന് പുറത്തിറങ്ങി ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എക്സിക്യൂഷൻ രീതി എന്ന് പറഞ്ഞാൽ. അതായത് പറഞ്ഞു വരുമ്പോൾ ഈ ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ആകെ ഒരു തവണ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ, ഏറ്റവും ആദ്യം.
ആദ്യം ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യും, എന്നിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ മിക്കവാറും കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ തന്നെയായിരിക്കും മിക്കവാറും കേസിൽ. അല്ലാതെ ആദ്യം ഇനിഷ്യലൈസേഷൻ ചെക്ക് ചെയ്തിട്ട് പിന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്ത് കിട്ടുന്ന ആൻസർ ഫാൾസ് ആണെങ്കിൽ അവിടെ വെച്ച് എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യും, ഈ ലൂപ്പ് ബോഡിക്കകത്ത് നിന്ന് പുറത്ത് ഇറങ്ങും. ഒരു തവണ പോലും ഇത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. പക്ഷേ അതൊക്കെ വളരെ റെയറായിട്ട് നടക്കാറുള്ളൂ. മിക്കവാറും ഇൻസ്റ്റലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം എക്സിക്യൂട്ട് ചെയ്ത് രണ്ടാമത് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഔട്ട്പുട്ട് ട്രൂ തന്നെയായിരിക്കും. മെജോറിറ്റി കേസസിലും ട്രൂ തന്നെയായിരിക്കും. അതുകൊണ്ട് ഈ ട്രൂ ആയിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നതുകൊണ്ട് ഒരു തവണ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നു. എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് നോക്കുന്നു. അതിപ്പം സപ്പോസ് ഇപ്പം ഫാൾസ് ആണെങ്കിൽ അവിടെ വെച്ച് എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതിൽ നിന്ന് പുറത്തിറങ്ങും, ലൂപ്പ് ബോഡിയിൽ നിന്ന് പുറത്തിറങ്ങും. അതേസമയം ഇതിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആണെങ്കിൽ ഇത് പിന്നെയും എക്സിക്യൂട്ട് ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്ത് പിന്നെയും എക്സിക്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് പിന്നെയും ഈ ഇൻക്രിമെൻ്റ് ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ ഡിക്രിമെൻ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിങ്ങനെ സൈക്കിൾ പോലെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് ഈ ഫോർ ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫോർ ലൂപ്പിൻ്റെ അകത്തുള്ള 3 സ്റ്റേറ്റ്മെൻറ്റ്സും ഈ ലൂപ്പ് ബോഡിക്കകത്തുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് ഞാനിവിടെ എക്സാമ്പിളിലൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഒരു സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ, അതുകൊണ്ടാണ് കേർലി ബ്രാക്കറ്റ് ഒന്നും കൊടുക്കാത്തത്. ഒന്നിൽ കൂടെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ കേർലി ബ്രാക്കറ്റ് ഇടാൻ പറ്റും. അപ്പോൾ ഇവിടെ ഫോർ ലൂപ്പിൻ്റെ അകത്ത് ബ്രാക്കറ്റിൻ്റെ അകത്ത് i = 1 എന്ന് ആദ്യം കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നൊന്ന് ഉദ്ദേശിക്കുന്നത്. i = 1 എന്ന് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തത് ടെസ്റ്റ് കണ്ടീഷൻ i <= n, അതാണ് ടെസ്റ്റ് കണ്ടീഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. അതായത് ഇതിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്, അങ്ങനത്തെ ഔട്ട്പുട്ട് ആയിരിക്കും ഇതിനുള്ളത്. ഐയുടെ വാല്യൂ <= n ആണോ അല്ലയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. ഇത് ട്രൂ ആണ് എങ്കിൽ ഇതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നു. അതേസമയം ഇതിൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആണെങ്കിൽ പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്തില്ല, അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ഫോർ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങും. ഇതിൻ്റെ ഔട്ട്പുട്ട്, ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആണ് എങ്കിൽ ഈ ലൂപ്പ് ബോഡിക്കകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇതിനെ ഇൻക്രിമെൻറ്റ് അല്ലെങ്കിൽ ഡിക്രിമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇൻക്രിമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആണ്. ഇൻക്രിമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആണിത്. അതുകൊണ്ട് അതിനെ ഇൻക്രിമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നു. അല്ലെങ്കിൽ -i എന്നായിരുന്നെങ്കിൽ അതിനെ ഡിക്രിമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയേണ്ടി വന്നേ. അപ്പോൾ ഇൻക്രിമെൻറ്റ് അല്ലെങ്കിൽ ഡിക്രിമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആണ് നമ്മൾ ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇൻക്രിമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആണ്. മിക്കവാറും കേസസിൽ നമ്മളൊരു ഇൻക്രിമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഐയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു, എന്നിട്ട് പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആണെങ്കിൽ പിന്നെയും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് പിന്നെയും ഇവിടെ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഇവിടെ i എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുന്നു. എന്നിട്ട് i എന്ന വേരിയബിൾ ഉപയോഗിച്ചാണ് നമ്മളുടെ കണ്ടീഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ i എന്ന് പറയുന്ന വേരിയബിളിനെ തന്നെയാണ് നമ്മളിവിടെ ഇൻക്രിമെൻറ്റും ചെയ്യുന്നത്. മാത്രമല്ല i എന്ന് പറയുന്ന വേരിയബിൾ ഈ ലൂപ്പ് ബോഡിക്കകത്തും വരുന്നുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഈ i എന്ന് പറയുന്ന വേരിയബിളിൻ്റെ പ്രസൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ i എന്ന് പറയുന്ന വേരിയബിളിനെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്ന് പറയും. കാരണം ഈ ഐയുടെ വാല്യൂ അനുസരിച്ചാണ് ഈ ലൂപ്പ്, ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആണോ ഫാൾസ് ആണോ എന്നൊക്കെ വരുന്നതും. അതിൻ്റെ ഈ ലൂപ്പ് ബോഡിയുടെ എക്സിക്യൂഷനെല്ലാം മെയിനായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ i എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ അനുസരിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്നാണ് പറയുന്നത്. i എന്ന് പറയുന്ന സാധാരണ i അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആൽഫബറ്റോ എന്തെങ്കിലും പേരോ വേരിയബിളോ ആയിരിക്കും ഇങ്ങനെ വരുന്നത്. ഇനിഷ്യലൈസ് ചെയ്യുന്ന ആ സ്റ്റേറ്റ്മെൻറ്റിലും കാണും, ഈ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റിലും കാണും, ഇൻക്രിമെൻറ്റ് അല്ലെങ്കിൽ ഡിക്രിമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിലും ആ ഒരു പർട്ടിക്കുലർ വേരിയബിൾ കാണും. അങ്ങനെ വരുന്ന വേരിയബിളിനെയാണ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ i ആണ് അങ്ങനെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് iയെ നമ്മൾ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്ന് പറയുന്നു. ഐയുടെ വാല്യൂ അനുസരിച്ചാണ് ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആണോ ഫാൾസ് ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്നതെല്ലാം i എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ അനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്ന് പറയുന്നു. ഈ ഫോർ ലൂപ്പ് എന്ന് പറയുന്ന ആ സംഭവം, ഫോർ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റും എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് വരുന്നതാണ്. ഈ ഫോർ ലൂപ്പും വൈൽ ലൂപ്പും എല്ലാം എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. എക്സാമിനൊന്നും ചോദിക്കത്തില്ല എന്താണ് എൻട്രി കൺട്രോൾ ലൂപ്പ്, എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്നൊന്നും എക്സാമിന് ചോദിക്കത്തില്ല. എന്നാലും ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഡു വൈൽ മാത്രമാണ് ഈ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ ഫോർ ലൂപ്പ് എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഈ ഫോർ ലൂപ്പ് എന്ന് പറയുന്നതിൻ്റെ സിൻടാക്സും അതിൻ്റെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. നമുക്കൊരു പ്രോഗ്രാം ഇത് വെച്ച് ഡിസ്കസ് ചെയ്യാം. ഫോർ ലൂപ്പ് ഉപയോഗിച്ചുള്ള ഒരു പ്രോഗ്രാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ പ്രോഗ്രാം എന്ന് പറയുന്ന മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഡിസ്പ്ലേ ചെയ്യാനുള്ള, പ്രിൻറ്റ് ചെയ്ത് കാണിക്കാനുള്ള ഒരു പ്രോഗ്രാമാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു ഇത് ഡു വൈൽ ഉപയോഗിച്ചാണ് പ്രോഗ്രാം എഴുതിയിട്ടുള്ളതെങ്കിലും വൈൽ ലൂപ്പ് ഉപയോഗിച്ച് ഈ പ്രോഗ്രാം എഴുതാം, ഫോർ ലൂപ്പ് ഉപയോഗിച്ചും ഈ പ്രോഗ്രാം എഴുതാം എന്ന് നമ്മൾ അന്ന് ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഈ പ്രോഗ്രാം നമ്മളിപ്പോൾ ഈ ഡു വൈൽ ഉപയോഗിച്ച് എഴുതിയിരിക്കുന്ന ഈ പ്രോഗ്രാമിനെ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് എഴുതാൻ പോവുകയാണ്. അപ്പോൾ ഫോർ ലൂപ്പ് ഉപയോഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഈ ഫോറിൻ്റെ കൂടെ 3
സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് ബ്രാക്കറ്റിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. ആ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആക്ച്വലി ഈ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നുണ്ട്. ഡു വൈൽ എന്ന് പറയുന്ന ഇത് ഉപയോഗിച്ചിട്ടുള്ള പ്രോഗ്രാമിലും ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ i = 1 എന്ന് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇൻസ്റ്റലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ഫോർ ലൂപ്പിൻ്റെ അകത്ത് ഇൻസ്റ്റലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റായ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ലൂപ്പിൻ്റെ അകത്ത് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഫോർ ലൂപ്പിൻ്റെ അകത്ത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റായ ഇൻക്രിമെൻറ്റോ ഡിക്രിമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയപ്പെടുന്ന സ്റ്റേറ്റ്മെൻറ്റ് അതും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അത് വൈൽ ലൂപ്പിൽ ലൂപ്പ് ബോഡിക്കകത്താണ് ആ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. ഫോർ ലൂപ്പ് അപ്പം വൈൽ ലൂപ്പിലും ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഫോർ ലൂപ്പിലാണെങ്കിൽ അത് നമുക്കെല്ലാം കൂടെ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ മാത്രമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെയാണ് ഈ ഫോർ ലൂപ്പിൻ്റെ രീതി എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ നോക്കാം, നമ്മൾ സെയിം പ്രോഗ്രാമത്തിനെ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് എഴുതിയിരിക്കുന്നതാണ് ഇവിടെ ഈ കാണുന്നത്. ഇവിടെ നമ്മൾ കഴിഞ്ഞ ഡു വൈലായിരുന്നെങ്കിൽ ഇത് ഇവിടെയായിരുന്നു. ഇവിടെ നമ്മൾ i1 എന്ന് പറഞ്ഞ് ഇൻഷ്യലൈസ് ചെയ്യുന്നുണ്ട്. ഈ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ വാല്യൂ 1 ആയിട്ട് നമ്മളിവിടെ ഇൻഷ്യലൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെയാണെങ്കിൽ നമ്മൾ ഐയുടെ വാല്യൂ ഇൻഷ്യലൈസ് ചെയ്യുന്നില്ല. കാരണം ഫോർ ലൂപ്പിൻ്റെ അകത്ത് നമുക്ക് ഇൻഷ്യലൈസ് ചെയ്യാനുള്ള ഇതുണ്ട്. അതുകൊണ്ട് ഇവിടെ വെച്ച് ഫോർ ലൂപ്പിൻ്റെ അകത്ത് വെച്ച് മാത്രമേ നമ്മൾ ഇൻഷ്യലൈസ് ചെയ്യുന്നുള്ളൂ. ഇവിടെ വെച്ച് ഇൻഷ്യലൈസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉള്ളതുകൊണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മൾ ഇൻഷ്യലൈസ് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇവിടെ എൻ്റെ നമ്പർ ടു ഷോ ചെയ്ത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് നമ്മൾ വാല്യൂ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നതിനെ ഇവിടെ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്ന ആ വാല്യൂവിനെ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് അത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിട്ട് ഈ ലൈൻ ഡിസ്പ്ലേ ചെയ്യാനുള്ളതാണ് ഈ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യമേ തന്നെ ഈ ഡു വൈലാണെങ്കിൽ ആദ്യമേ തന്നെ ഈ ആദ്യത്തെ ഒരു ലൈൻ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. പക്ഷേ ഫോർ ലൂപ്പിൽ അങ്ങനെയല്ല, ആദ്യമേ തന്നെ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം ഫോർ ലൂപ്പിൽ i = 1 എന്ന് പറയുന്ന ഇൻസ്റ്റലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇതായിരിക്കും ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത്. എന്നിട്ട് അത് കണ്ടീഷൻ ചെക്ക് ചെയ്യും. i <= 10 ആണോ അല്ലയോ എന്ന് കണ്ടീഷൻ ചെക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്തായിരുന്നാലും ഐയുടെ വാല്യൂ 1 ആണ്, ഐയുടെ വാല്യൂ എന്തായിരുന്നാലും <= 10 ആണ്. അതുകൊണ്ട് കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേക്കും ഈ ഒരു ലൈൻ അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഐയുടെ വാല്യൂ 1 ആണ്, എന്നിൻ്റെ വാല്യൂ നമ്മൾ 5 ആണ് എൻ്റർ ചെയ്ത് കൊടുത്തതെങ്കിൽ എന്നിൻ്റെ വാല്യൂ 5 ആയിരിക്കും, ഐയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം സത്യം പറഞ്ഞാൽ ഇവിടെ കേർലി ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല. കാരണം ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ലൂപ്പ് ബോഡിക്കകത്ത് വരുന്നുള്ളൂ. ഞാൻ പിന്നെ കേർലി ബ്രാക്കറ്റ് ഇട്ടു എന്നേ ഉള്ളൂ, കേർലി ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഈ മൂന്നാമത്തെ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യാനുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ 1ൽ നിന്ന് 2 ആവുന്നു. എന്നിട്ട് പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആവുന്നു. കാരണം <10 ആണ്. ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആവുന്നു. പിന്നെയും ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒരു തവണയും കൂടെ എക്സിക്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും ഈ മൂന്നാം സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഐയുടെ വാല്യൂ 2 എന്നുള്ളത് 3 ആവുന്നു. പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആവുന്നു. പിന്നെയും ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് പിന്നെയും ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ 3ൽ നിന്ന് 4 ആവുന്നു. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നു. അവസാനം ഐയുടെ വാല്യൂ ഇപ്പോൾ 10 ആണെന്ന് കരുതുക. ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് 10 ആയി. ഇവിടെ വെച്ച് കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പം പിന്നെയും ട്രൂ തന്നെയാവുന്നു. കാരണം <= 10 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഐയുടെ വാല്യൂ 10 ആകുമ്പോഴും ഈ കണ്ടീഷൻ ആകുമ്പോഴും ട്രൂ തന്നെയാണ്. പിന്നെയും ഇത് ഒരു തവണയും കൂടെ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോഴായിരിക്കും 10ാമത്തെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 6 അല്ല 10 10ാമത്തെ ആ ലൈനും കൂടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. എന്നിട്ട് പിന്നെയും ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് 11 ആക്കുന്നു. എന്നിട്ട് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആയി വരുന്നത്. കാരണം ഐയുടെ വാല്യൂ 11 എന്ന് പറഞ്ഞാൽ <= 10 അല്ല എന്ന് മനസ്സിലാവും. അപ്പം ഐയുടെ വാല്യൂ 11 ആയതുകൊണ്ട് ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവുന്നു. അവിടെ വെച്ചത് സ്റ്റോപ്പ് ചെയ്യുന്നു. ഈ ലൂപ്പ് ബോഡിയിൽ നിന്ന് പുറത്തിറങ്ങി റിട്ടേൺ 0 എന്ന സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് പ്രോഗ്രാം തീർന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഫോർ ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ. അപ്പം നമ്മൾ സാധാരണ ഈ ഫോർ ലൂപ്പും ഇതിപ്പം വൈൽ ലൂപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഡു വൈൽ ഉപയോഗിച്ചാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇത് നമ്മൾ ഫോർ ലൂപ്പ് ഉപയോഗിച്ചാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ സാധാരണ ഇതിൽ ഇങ്ങനെ ഒക്കെ ഉപയോഗിച്ചുള്ള പ്രോഗ്രാംസ് ഒക്കെ എഴുതുന്നത്, ഇങ്ങനെ കൗണ്ടറൊക്കെ ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു വേരിയബിൾ ഇൻക്രിമെൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രോഗ്രാമാണ് സാധാരണ എഴുതുന്നതെങ്കിൽ വൈൽ അല്ലെങ്കിൽ ഡു വൈൽ ഉപയോഗിച്ച് എഴുതുന്നതിനേക്കാളും ഫോർ ലൂപ്പ് ഉപയോഗിച്ച് എഴുതുന്നതാണ് കുറച്ചും കൂടെ കൺവീനിയൻറ്റ്. നമുക്ക് ഈ വൈൽ ലൂപ്പ് ഉപയോഗിച്ച് എഴുതുന്ന ഓൾമോസ്റ്റ് എല്ലാ പ്രോഗ്രാമും ഫോർ ലൂപ്പ് ഉപയോഗിച്ച് എഴുതാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓൾമോസ്റ്റ് എല്ലാ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നോട്ട് 100% ഇങ്ങനത്തെ ഐയുടെ വാല്യൂ ഒക്കെ ഇങ്ങനെ ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് വരുന്ന പ്രോഗ്രാംസ് ആണ് എങ്കിൽ സത്യം പറഞ്ഞാൽ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് എഴുതുന്നതാണ് കുറച്ചും കൂടെ കൺവീനിയൻറ്റ്. വൈൽ അല്ലെങ്കിൽ ഡു വൈൽ ഉപയോഗിച്ച് എഴുതുന്നതിനേക്കാളും ഇങ്ങനെ ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് വരുന്ന ആ ഒരു രീതിയിലുള്ള പ്രോഗ്രാംസ് ഒക്കെ ആണെങ്കിൽ ഫോർ ലൂപ്പ് ഉപയോഗിച്ചായിരിക്കും നമ്മൾ സാധാരണ എഴുതുന്നത്. അതേസമയം നമ്മൾ ഈ അതിൻ്റെ മുന്നത്തെ പ്രോഗ്രാംസ് നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്തായിരുന്നു. ഈ ഇൻറ്റീജർ നമ്പറിൻ്റെ ഡിജിറ്റ്സ് റിവേഴ്സ് ചെയ്ത് എഴുതുക, ഡിജിറ്റ്സിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുക, അതുപോലെ തന്നെ ആംസ്ട്രോങ് നമ്പറാണോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ ആണെങ്കിൽ അവിടെ എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ ഇൻക്രിമെൻറ്റ് ചെയ്യുക എന്ന് പറയുന്ന രീതിയൊന്നും ആ പ്രോഗ്രാമിൽ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ പ്രോഗ്രാംസ് ഒന്നും ഫോർ ലൂപ്പ് ഉപയോഗിച്ച് എഴുതാൻ സാധിക്കത്തില്ല. അങ്ങനത്തെ പ്രോഗ്രാംസൊക്കെ വൈൽ ലൂപ്പ് ഉപയോഗിച്ച് മാത്രമേ എഴുതാൻ സാധിക്കത്തുള്ളൂ. ഈ നമ്പേഴ്സ് ഒരു ഇൻറ്റീജർ നമ്പറിൻ്റെ ഒരു 5 ഡിജിറ്റിൻ്റെ ഇൻറ്റീജർ നമ്പറിൻ്റെ ഡിജിറ്റ്സിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാമും അതുപോലെ തന്നെ ആംസ്ട്രോങ് നമ്പർ ചെക്ക് ചെയ്യാനുള്ള പ്രോഗ്രാമും
അപ്പം പിന്നെ റിവേഴ്സ് നമ്പറിനെ റിവേഴ്സ് ചെയ്ത് എഴുതുന്ന പ്രോഗ്രാമും പാലിൻഡ്രോമിനെ ചെക്ക് ചെയ്യുന്ന പ്രോഗ്രാമും അങ്ങനത്തെ പ്രോഗ്രാംസ് ഒന്നും നമുക്ക് ഫോർ ലൂപ്പ് ഉപയോഗിച്ച് എഴുതാൻ സാധിക്കത്തില്ല. കാരണം അതിൽ I++ അങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും ഇല്ല. അങ്ങനെ I എന്ന് പറയുന്ന ഒരു ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഒന്നും അതിൽ ഉപയോഗിക്കുന്നില്ല. എന്തെങ്കിലും ഒരു വേരിയബിളിനെ ഇങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്തൊന്നുമല്ല അതിൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതൊന്നും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ പ്രോഗ്രാംസ് എല്ലാം വൈൽ ലൂപ്പ് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇങ്ങനെ ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ വരികയാണെങ്കിൽ അങ്ങനത്തെ പ്രോഗ്രാംസ് ഈ വൈൽ ലൂപ്പ് ഉപയോഗിച്ച് എഴുതുന്നതിനേക്കാളും കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയി നമുക്ക് ഫോർ ലൂപ്പ് ഉപയോഗിച്ച് എഴുതാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം സത്യം പറഞ്ഞാൽ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് എഴുതാനാണ് കുറച്ചും കൂടെ കൺവീനിയൻറ്റ്. ഡു വൈൽ അല്ലെങ്കിൽ വൈൽ ഉപയോഗിച്ച് എഴുതുന്നതിനേക്കാളും ഈ ഒരു പ്രോഗ്രാം ഫോർ ലൂപ്പ് ഉപയോഗിച്ച് എഴുതാനാണ് കുറച്ചുകൂടെ കൺവീനിയൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാണ് ഫോർ ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ. ഇനി ഈ C++ ഒക്കെ പഠിച്ചവർക്ക് ഒരുപക്ഷെ ഒരു ഡൗട്ട് വന്ന് കാണും. അവർ സാധാരണ അപ്പോൾ C++ ഒക്കെ പഠിച്ചവർക്ക് ഈ ഫോർ ലൂപ്പിൻ്റെ അകത്ത് ഈ I=1 എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അവർ സാധാരണ പഠിച്ചത് ഈ int I=1 ഇവിടെ വെച്ച് വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് ഇനിഷ്യലൈസ് ചെയ്യുന്ന രീതിയാണ് ഈ C++ലൊക്കെ ഫോളോ ചെയ്യുന്നത്. C++ പഠിച്ചവർക്കറിയാം, അവർ ഫോർ ലൂപ്പിൻ്റെ അകത്ത് ഒരു വേരിയബിൾ I=1 എന്ന് പറഞ്ഞാൽ അവിടെ വെച്ചായിരിക്കും വേരിയബിൾ സത്യം പറഞ്ഞാൽ ഡിക്ലെയർ ചെയ്യുന്നത്. അതായത് നമ്മൾ വേരിയബിൾ ഇവിടെ ഡിക്ലെയർ ചെയ്തില്ല, ഇവിടെ I എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നില്ല. നമ്മൾ സാധാരണ I എന്ന് പറയുന്ന വേരിയബിൾ ഇവിടെ ഡിക്ലെയർ ചെയ്തു. C++ലൊക്കെയാണെങ്കിൽ I എന്ന് പറയുന്ന വേരിയബിൾ അവിടെ വെച്ച് ഡിക്ലെയർ ചെയ്യത്തില്ല. അപ്പോൾ അതിനെ ഫോർ ലൂപ്പിൻ്റെ അകത്ത് വെച്ചായിരിക്കും I എന്ന് പറയുന്ന വേരിയബിളൊക്കെ ഡിക്ലെയർ ചെയ്യുന്നത്. അത് C++ൽ നേറ്റീവ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. എവിടെയാണോ വേരിയബിൾ ആദ്യം യൂസ് ചെയ്യുന്ന ആ പോയിന്റിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേരിയബിളിനെ ഇവിടെ ഡിക്ലെയർ ചെയ്യാം. ഇവിടെ I എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ ഇവിടെയാണ് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വെച്ച് തന്നെ ആ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തിട്ട് അതിനെ ഇനിഷ്യലൈസ് ചെയ്ത് നമുക്ക് ഫോർ ലൂപ്പിൽ ഉപയോഗിക്കാൻ സാധിക്കും. C++ലൊക്കെ അങ്ങനെയാണ്, Cയിലും അങ്ങനെയാണ്. പക്ഷേ C99 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് പ്രകാരം ഇങ്ങനെ ഒരു ഫീച്ചർ Cയിലും ഉണ്ട്. പക്ഷേ നമ്മൾ പഠിക്കുന്ന സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ANSI എന്ന് പറയുന്ന സ്റ്റാൻഡേർഡാണ്. ആ സ്റ്റാൻഡേർഡ് പ്രകാരം ഇവിടെ ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ പോസിബിൾ അല്ല. എവിടെയാണോ വേരിയബിൾ ഉപയോഗിക്കുന്നത് അവിടെ വെച്ച് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക എന്ന് പറയുന്ന ഒരു രീതി ANSI പറയുന്നില്ല. ANSI സ്റ്റാൻഡേർഡ് പ്രകാരം ആദ്യമേ തന്നെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്ന ആ സ്റ്റേജിൽ തന്നെ ഈ പ്രോഗ്രാംസിലെ എല്ലാ വേരിയബിളും ഡിക്ലെയർ ചെയ്യണം എന്നാണ് ANSI സ്റ്റാൻഡേർഡ് പ്രകാരം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ANSI സ്റ്റാൻഡേർഡ് പ്രകാരം നമുക്ക് ഇങ്ങനെ എഴുതാനൊക്കത്തില്ല, അത് തെറ്റാണെന്ന് പറയേണ്ടി വരും. C++ലൊക്കെ ഇത് കറക്റ്റാണ്. മാത്രമല്ല നമ്മുടെ C ലാംഗ്വേജിലും കറക്റ്റാണ് എന്ന് തന്നെ പറയാം. നമ്മുടെ കമ്പൈലറിലൊക്കെ ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയാൽ കറക്റ്റായിട്ട് ആൻസറൊക്കെ കാണിക്കും. കാരണം ഇപ്പോഴത്തെ കമ്പൈലറെല്ലാം C99 എന്ന സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്ന കമ്പൈലറാണ്. C99 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് പ്രകാരം ഇങ്ങനത്തെ ഒരു ഫീച്ചറും കൂടെ C ലാംഗ്വേജിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ പഠിക്കുന്ന സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ANSI എന്ന് പറയുന്ന സ്റ്റാൻഡേർഡാണ്. അത് കുറച്ചും കൂടെ പഴയ ഒരു സ്റ്റാൻഡേർഡാണ്. ആ സ്റ്റാൻഡേർഡ് പ്രകാരം നമ്മൾ ഇങ്ങനെ ഡിക്ലെയർ ചെയ്യാൻ പാടില്ല. എവിടെയാണോ വേരിയബിൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് അതിന് ആ പോയിന്റിൽ വെച്ച് ഡിക്ലെയർ ചെയ്ത് നമുക്ക് ആ വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ C ലാംഗ്വേജ് പഠിക്കുമ്പോൾ ഇങ്ങനെ ഉപയോഗിക്കാതിരിക്കുക. ഇനി ഇത് C++, ജാവയൊക്കെ പഠിച്ചവർക്ക് മാത്രമേ ഈ ഒരു കൺഫ്യൂഷൻ വരത്തുള്ളൂ. കാരണം C++ലൊക്കെ ഇങ്ങനെയാണ് നമ്മൾ ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നത്. ഫോർ ലൂപ്പിൻ്റെ അകത്തുള്ള ലൂപ്പ് കൺട്രോൾ വേരിയബിളൊക്കെ ഇവിടെ വെച്ചാണ് ഡിക്ലെയർ ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ഒരു രീതി C ലാംഗ്വേജിൽ ഇല്ല എന്ന് പറയാം. പ്രത്യേകിച്ച് ANSI എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് പ്രകാരം ഇങ്ങനെ ഒരു രീതിയില്ല. നമ്മൾ ഇങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്. ആദ്യമേ തന്നെ I എന്ന് പറയുന്ന ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, എന്നിട്ട് ഇവിടെ വെച്ച് ഇനിഷ്യലൈസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കുക. അതാണ് കുറച്ചും കൂടി നല്ലത്. നമ്മുടെ C ലാംഗ്വേജ് പ്രകാരം ഈ ഒരു രീതിയാണ് നമ്മൾ സാധാരണ ഫോളോ ചെയ്യുന്നത്. ആ ഒരു കാര്യം ശ്രദ്ധിക്കരുത്. C++ ഒക്കെ പഠിച്ചവർക്ക് മാത്രമേ ഈ ഒരു സംഭവത്തിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതാണ് ഫോർ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നതിൻ്റെ സിൻടാക്സും എക്സിക്യൂഷനും അല്ല. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതുപോലൊരു സാമ്പിൾ പ്രോഗ്രാം നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് ഫോർ ലൂപ്പിനെ പറ്റി കുറച്ചും കൂടെ പഠിക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.